ഹായ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കൗൺസിൽ. ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിലെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വാസ് ആൻഡ് വെയർ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു കാര്യം ഇന്നതുപോലെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാസ് ആണെങ്കിലും വെയർ ആണെങ്കിലും. ഞാനൊരു ഡോക്ടർ ആയിരുന്നു, ഞാനൊരു ടീച്ചർ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കുമായിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് വാസ് അല്ലെങ്കിൽ വെയർ. അപ്പം അതിനെപ്പറ്റി എവിടെയാണ് വാസ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് വെയർ ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം. സോ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രസന്റ് ടെൻസ് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ പറയേണ്ട കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതിലൊക്കെ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആം ഉപയോഗിച്ചതിന് പകരമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വാസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആകുന്നു അല്ലെങ്കിൽ ആണ്. ഇപ്പം കൊച്ചി ഒരു വലിയ സിറ്റി ആണ്, കൊച്ചി ഒരു വലിയ സിറ്റി ആകുന്നു എന്നൊക്കെ പറയുമ്പം കൊച്ചി ഈസ് എ ബിഗ് സിറ്റി എന്ന് പറയുമായിരുന്നു, അല്ലെ? ഞാനൊരു ഡോക്ടർ ആണ്, അല്ലെ ഞാനൊരു ഡോക്ടർ ആകുന്നു എന്ന് പറഞ്ഞാൽ ഐ ആം എ ഡോക്ടർ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ആം ആണെങ്കിലും ഈസ് ആണെങ്കിലും പാസ്റ്റിലേക്ക് വരുമ്പം അത് വാസ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈസും ആമും നമ്മൾ വർത്തമാനകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയും വാസ് ആണ് ഉപയോഗിക്കേണ്ടേ. കൊച്ചി ഒരു വലിയ സിറ്റി ആണ്, കൊച്ചി ഈസ് എ ബിഗ് സിറ്റി. കൊച്ചി ഒരു വലിയ സിറ്റി ആയിരുന്നു, അപ്പം കൊച്ചി വാസ് എ ബിഗ് സിറ്റി. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കൊച്ചി ഇപ്പം വലിയൊരു സിറ്റി ആണെങ്കിൽ കൊച്ചി ഈസ് എ ബിഗ് സിറ്റി. ഇപ്പം കൊച്ചി പണ്ട് വലിയൊരു സിറ്റി ആണെന്നാണ് നമ്മൾ പറയുന്നത്. പണ്ടത്തെ ഒരു കാര്യം പറയുവാണ്, വലിയ സിറ്റി ആയിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ, കഴിഞ്ഞു പോയ കാര്യമായിട്ടാണ് പറയുന്നതെങ്കിൽ കൊച്ചി വാസ് എ ബിഗ് സിറ്റി എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ പ്ലൂറലിന്റെ കൂടെ ഒക്കെ ആറാണ് ഈ ആണ് ആകുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പാസ്റ്റിലേക്ക് വരുമ്പോഴോ വേറായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം ആർ ബിഗ് സിറ്റീസ് എന്നാണ് വർത്തമാന കാലത്തിലെ ഒരു സത്യം. കൊച്ചിയും തിരുവനന്തപുരവും വലിയ സിറ്റികളാണ്. അത് ഞാൻ പ്ലൂറലാണല്ലോ, ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പകരം നമ്മൾ ആറാ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് വരുമ്പോഴോ കൊച്ചിയും തിരുവനന്തപുരവും വലിയ സിറ്റികളായിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം ഇപ്പോൾ അല്ല എന്നൊരർത്ഥം കൂടെ തന്നെ നമുക്ക് വരും. പണ്ടായിരുന്നു എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ വേറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം വേർ ബിഗ് സിറ്റീസ് എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആർ ഉപയോഗിച്ചെടുത്തത് വേറും ഈ സാം ഉപയോഗിച്ചെടുത്തെല്ലാം വാസുമാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഉപയോഗിക്കേണ്ടത്. കൂൾ. നമുക്കിനി ഈ എക്സാമ്പിൾസിലൂടെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓരോന്നിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് എന്ന് നോക്കാം. ആദ്യം ഐ ആം എ ടീച്ചർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഞാനൊരു അധ്യാപകനാണ്, അല്ലെങ്കിൽ ഞാനൊരു അധ്യാപകനാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം, ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇനി നമുക്ക് പാസ്റ്റില്, സിമ്പിൾ പാസ്റ്റില് ഞാൻ ഒരു അധ്യാപകനായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ നമ്മൾ വാസ് ഉപയോഗിക്കണം ആമിന് പകരം. അപ്പൊ ഐ വാസ് എ ടീച്ചർ എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഞാനൊരു അധ്യാപകനായിരുന്നു എന്നാണ്. ഇനി നമുക്ക് ഇമാജിനറി സിറ്റുവേഷൻ. ഇപ്പം ഐയുടെ കൂടെ വാസ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ചില സ്പെഷ്യൽ സിറ്റുവേഷനിൽ വേറെ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ. ഇമാജിനറി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഊഹിക്കുവാണ്, ആ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാനൊരു വലിയ പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടിയേനെ, ഞാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യ മൊത്തം മാറ്റിയേനെ എന്നൊക്കെ നമ്മളിങ്ങനെ ഇമാജിനറി ആയിട്ട്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ. സത്യമല്ലത്, ഒരിക്കലും സത്യമല്ല. ഞാൻ ഇന്നതാണെങ്കിൽ, ഞാൻ ഒരു വലിയ ധൈര്യമുള്ളവനാണെങ്കിൽ ഞാൻ സിംഹത്തിനെ പിടിച്ചേനെ എന്നൊക്കെ പറയുന്ന പോലെ വെറുതെ നമ്മൾ പറയുന്ന വെറും വാക്കുകൾ, ഇമാജിനറി ആയിട്ട് ഊഹങ്ങൾ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി വേറെ ചില സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് നോർമലി ഞാൻ ഇന്ന അധ്യാപകനായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഐ വേറെ ടീച്ചർ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഐ വാസ് എ ടീച്ചർ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. വേറെ ഉപയോഗിക്കുന്ന ചില സ്പെഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് ഐ വെർ ഗുഡ് അറ്റ് ബയോളജി ഐ വുഡ് ഹാവ് ബിക്കം എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ, എനിക്ക് ബയോളജി എളുപ്പമായിരുന്നെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയേനെ എന്നാണ്. അപ്പൊ എനിക്ക് ബയോളജി എളുപ്പമായിരുന്നു അവിടെ? അല്ല, ബയോളജി പാടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡോക്ടർ ആയുമില്ല. എനിക്ക് ബയോളജി ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡോക്ടർ MBBS പഠിക്കാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ BMS അല്ലെങ്കിൽ BHMS ഒന്നും പഠിക്കാൻ പോയിട്ടില്ല, ഞാൻ ഡോക്ടർ ആയിട്ടുമില്ല. പക്ഷേ എനിക്ക് എളുപ്പം. അപ്പം ഇതൊരു സത്യമാണോ? അല്ല, എനിക്ക് എളുപ്പമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയ ഊഹാഭവങ്ങളാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ എന്ന് പറയുന്ന അങ്ങനത്തെ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം നമ്മൾ ഐയുടെ കൂടെ വേറെ ഉപയോഗിക്കാറുണ്ട്. നോർമലായിട്ട് ആയിരുന്നു എന്ന് പറയാനല്ല, ആയിരുന്നെങ്കിൽ എന്നുള്ള ആ ഊഹം പറയാൻ വേണ്ടി. ഇഫ് ഐ വെർ ഗുഡ് അറ്റ് ബയോളജി, ഞാൻ ബയോളജിയിൽ നല്ലതായിരുന്നെങ്കിൽ, നല്ലതല്ല, ആയിരുന്നെങ്കിൽ പക്ഷെ
ഞാൻ ഒരു പക്ഷേ പഠിച്ചേനെ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഐ വാസ് ആണ് എല്ലായിടത്തും ഉപയോഗിക്കേണ്ടത്. ഇത് ചെറിയൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്, നമുക്ക് എപ്പോഴും പറയുന്നതല്ല. എന്നാലും ഞാൻ നീ ആയിരുന്നെങ്കിൽ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം ഐയുടെ കൂടെ വേറെ വരാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, അപ്പം നമ്മളിപ്പോൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഈ സാം ഉപയോഗിച്ചതിന് പകരം വാസാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്, ആ ഒരു അർത്ഥത്തിൽ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി. അപ്പം ഐ എം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് യു ആണ്. യു, കാരണം യുവിനെ പറ്റി ഞാൻ സ്പെഷ്യലി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതിന്റെ കാരണം, ഐയെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞതിന്റെ കാരണം രണ്ടാണ്. കാരണം ഐയുടെ കൂടെ നമ്മൾ ചില വാസാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നെങ്കിലും ചില സ്ഥലങ്ങളിൽ വേറെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഐയെ പറ്റി സെപ്പറേറ്റ് നമ്മളിപ്പം പഠിച്ചത്. അതുപോലെ തന്നെ യുവിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ എടുത്ത് പഠിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. വേറെ ഒന്നുമല്ല, യു സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഐയുടെ കാര്യത്തിൽ ഐ സിംഗുലറും വി പ്ലൂറലുമാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഐയും, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വി ആണ്. പക്ഷെ നമുക്ക് രണ്ട് വാക്കുകളുണ്ട്. പക്ഷെ യു അങ്ങനല്ല. നീ എന്ന് പറഞ്ഞാൽ യു ആണ്, നിങ്ങൾ കുറെ പേരുണ്ടെങ്കിലും നിങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ യു തന്നെയാണ്, ഒരേ വാക്കാണ്. അതുകൊണ്ടാണ് രണ്ട് യു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒന്നുകൂടെ എടുക്കുന്നത്. കാരണം യു ആർ എ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നീ ഒരു അധ്യാപകനാണ്, അല്ലെ നീ ഒരു അധ്യാപകനാകുന്നു എന്നാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് നീ ഒരു അധ്യാപകനായിരുന്നു, നീ ഒരു അധ്യാപകനായിരുന്നു നേരത്തെ പണ്ട്, അങ്ങനെയാണ് നമ്മൾ പറയുന്നെങ്കിൽ, കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നെങ്കിൽ യു വേറെ ടീച്ചർ എന്നാണ് പറയണ്ടേ. ഓക്കെ, അതുപോലെ അപ്പം ആറ് വേറായിട്ട് നമുക്കിവിടെ മാറുന്നു. അപ്പം ഇത് ഒരാളെ പറ്റി പറയാൻ വേണ്ടിയാ, ഒരാളെ പറ്റി നീ എന്ന് പറയുമ്പോൾ ഒരാളെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. ശരി, നമുക്കിനി ഒന്നിക്കുള്ള ആൾക്കാരെ ഉദ്ദേശിക്കാം. നമ്മുടെ മുമ്പിൽ തന്നെ ഒരു 5 പേരുണ്ട്. അപ്പൊ അവരോടാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് യു ആർ ടീച്ചേഴ്സ്, നിങ്ങൾ അധ്യാപകരാണ്, അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. യു ആർ ടീച്ചേഴ്സ്. ഓക്കെ, അപ്പം യു ഇവിടെ യു ഉദ്ദേശിക്കുന്ന 5 പേരെയാണെങ്കിൽ ഇവിടെ ഒരാളെയാണ്. അപ്പം ഒരാളെ പറയാൻ വേണ്ടി സിംഗുലർ ആയിട്ടും യു ഒരു വാക്ക് തന്നെ, പ്ലൂറൽ ആയിട്ടും ഒരു വാക്ക് തന്നെ. ഒരു വാക്ക് രണ്ട് രീതിയിലും ഉദ്ദേശിക്കും. പിന്നെ ഇത് ഇവിടെ ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലായേ? ഇവിടെ നമുക്ക് യു കഴിഞ്ഞിട്ട് ഇവിടെ എ ടീച്ചർ എന്നുണ്ട്, ഒരു ടീച്ചർ, എന്ന് പറഞ്ഞ ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ എന്നിവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഇപ്പൊ നമുക്ക് മനസ്സിലാകും ഒരാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സബ്ജക്റ്റ് കാണുമ്പോൾ. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒബ്ജക്റ്റ് കാണുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാ മനസ്സിലായേ ഒന്നിക്കൂടലാന്ന്? യു കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അധ്യാപകർ, ഒന്നിൽ കൂടുതൽ അധ്യാപകർ. അധ്യാപകനല്ല, അല്ലെങ്കിൽ അധ്യാപികയല്ല, ഒന്നിൽ കൂടുതൽ അധ്യാപകർ എന്നാണ് ടീച്ചേഴ്സിന്റെ അർത്ഥം. അപ്പം നമുക്ക് ഈ ടീച്ചേഴ്സ് എന്നുള്ള വാക്ക് കാണുമ്പോൾ ഇവിടെ മനസ്സിലാവും ഇവിടെ യു കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരാളെയല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരെയാണെന്ന്. അപ്പം യു ആർ ടീച്ചേഴ്സ് എന്ന് നമ്മൾ വർത്തമാനകാലത്തിൽ പറയുന്ന ഒരു കാര്യം കഴിഞ്ഞു പോയ കാര്യമായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയണ്ടേ? യു വേർ ടീച്ചേഴ്സ്, നിങ്ങൾ അധ്യാപകരായിരുന്നു എന്ന്. നിങ്ങൾ അധ്യാപകരായിരുന്നു. ഓക്കെ, അപ്പം ആറ് വേറായിട്ട് മാറും, ഈസ് അല്ലെങ്കിൽ ആം വാസായിട്ടും മാറും. ശരി, നമ്മൾ ആം വാസായിട്ട് മാറുന്ന ഇവിടെ കണ്ടു, ആറ് വേറായിട്ട് മാറുന്ന ഇവിടെ കണ്ടു. ഇനി നമുക്ക് ഈസ് വാസായിട്ട് മാറുന്ന കുറച്ച് എക്സാമ്പിളും കൂടെ, ഹീ ഷീറ്റ് ഒക്കെ എങ്ങനെയാണ്, അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. സോ നമുക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്കിനി ഈസ് വരുന്ന, ഇപ്പം ഹീ ഈസ് എ ഡോക്ടർ എന്നാണ് പറയേണ്ടത് അല്ലെ. ഇപ്പൊ ഹീയുടെ കൂടെ ആണെങ്കിലോ ഷീയുടെ കൂടെ ആണെങ്കിലോ ഒരാളുടെ പേര് വരുവാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ഈസ് ആണ് ചേർക്കേണ്ടത്, നമുക്കതറിയാം അല്ലെ. അപ്പൊ ഹീ ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ അവനൊരു ഡോക്ടർ ആകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ അവൾ ഒരു ഡോക്ടർ ആകുന്നു. അലക്സ് ഈസ് എ ഡോക്ടർ, അലക്സ് ഒരു ഡോക്ടറാണ്, അലക്സ് ഒരു ഡോക്ടർ ആകുന്നു. അപ്പൊ സിംഗുലർ നാമമൊക്കെ വന്നപ്പോൾ നമ്മൾ ഈസ് ആണ് പ്രസന്റിൽ നോർമലി ആണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ പാസ്റ്റില് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈസിന് വരെ നമ്മൾ ഉപയോഗിക്കേണ്ട വാസാണ്. അപ്പൊ ഹി വാസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആയിരുന്നു. ഷീ വാസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടർ ആയിരുന്നു. അലക്സ് വാസ് എ ഡോക്ടർ, അലക്സ് ഒരു ഡോക്ടർ ആയിരുന്നു എന്ന് നമുക്കത് വരും. അതുപോലെ തന്നെ വി, ദേ, പ്ലൂറൽ നൗണൊക്കെ വരുമ്പം ആറാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അവർ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള ബഹുവചനമായ പ്ലൂറൽ ആയിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ആറാണ് പ്രസന്റിൽ ഉപയോഗിക്കുന്നത്. അപ്പം വി ആർ ഡോക്ടേഴ്സ്, ഞങ്ങൾ ഡോക്ടേഴ്സ് ആണ്, ഡോക്ടർമാരാണ്. ദേ ആർ ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാരാണ്. രാം ആൻഡ് രഹീം ആർ ഡോക്ടർ, രാമും രഹീമും രണ്ടുപേരെ പറ്റി. അപ്പൊ പ്ലൂറലാണ്, വീണ്ടും സബ്ജക്റ്റ് പ്ലൂറലാണ്.
അവർ ഡോക്ടർമാരാകുന്നു എന്നാണ് നമുക്ക് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് അതേ കാര്യം നമ്മൾ ഈ ഒരു രീതി നമ്മൾ മാറ്റുമ്പോഴാണെങ്കിൽ പോലും പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമായിട്ട് പണ്ടായിരുന്നു എന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാരായിരുന്നു, വി വേർ ഡോക്ടർ, അപ്പം വേറായിട്ട് മാറും. വി വേർ ഡോക്ടേഴ്സ്, ദേ വേർ ഡോക്ടേഴ്സ്, അവർ ഡോക്ടർമാരായിരുന്നു, രാം ആൻഡ് രഹിം വേറെ ഡോക്ടേഴ്സ് എന്നായിട്ട് മാറും നമുക്ക് പാസ്റ്റിൽ. അപ്പം എപ്പോഴും വേറെ ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ എടുത്തതേ ഉള്ളൂ, വി ദേ ആയിട്ടും പ്ലൂറൽ നൗൺ ആയിട്ടും ഒക്കെ നമ്മളൊന്ന് സിങ്ക് ചെയ്തു മാത്രം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഡാഷ്ബോർഡ് പോലെ ഈ കാര്യങ്ങൾ മാസം വേറെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഷോർട്ടായിട്ട് ഒന്നുകൂടെ നമുക്കൊന്നുകൂടെ റീകളക്ട് ചെയ്യാം. ഐ, ഹി, ഷീ, ഇറ്റ്, ഞാൻ, അവൻ, അവൾ, അത് അല്ലെങ്കിൽ ഇത്, ഇത്രയും കാര്യങ്ങളുടെ കൂടെ എപ്പോഴും വാസാണ് ചേർക്കേണ്ടത് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി. സിംഗുലർ നാമങ്ങൾ, ഒരാളുടെ പേര് മാത്രം, രാം ഒരാളുടെ പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ പേര് മാത്രമാണ് വരുന്നതെങ്കിൽ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി വാസാണ് ചേർക്കേണ്ടത്. വി, യു, ദേ. നമ്മൾ ഇവിടെ യു ഉദ്ദേശിക്കുന്ന നമ്മൾ സിംഗുലർ ആണെങ്കിലും നീ ആണെങ്കിലും നിങ്ങളാണെങ്കിലും രണ്ടും ഉണ്ട്. അപ്പം വി, യു, ദേ, അവർ ഇങ്ങനത്തെ പ്ലൂറൽ ആയിട്ടുള്ള വാക്കുകളാണെങ്കിലും പ്രൊനൗണുകളാണെങ്കിലും സർവനാമങ്ങളാണെങ്കിലും വേറാണ് ഉപയോഗിക്കേണ്ട ആയിരുന്നു എന്ന് പറയാൻ. അതുപോലെ പ്ലൂറൽ നാമങ്ങൾ, രണ്ടുപേരുടെ പേര്, അപ്പോൾ പ്ലൂറൽ ബഹുവചനമാണ്, ഒരാളല്ല, രാമും ഉണ്ട് അലക്സും ഉണ്ട്, രണ്ടുപേരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വേറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഷോർട്ടായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത് എബൌട്ട് യൂസിങ് വാസ് ആൻഡ് വേർ. ആയിരുന്നു എന്നൊരു കാര്യമായിരുന്നു, ഞാനൊരു ഡോക്ടർ ആയിരുന്നു, ഇന്ത്യ ഒരു വലിയ രാജ്യമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി വാസ് അല്ലെങ്കിൽ വേറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി അത് ഏതിൻ്റെ കൂടെയൊക്കെ വേറെ വേണം, ഏതിൻ്റെ കൂടെയൊക്കെ വാസ് വേണം, നമ്മൾ ക്ലിയർ ആയിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇതിൻ്റെ വർക്ക്ഷീറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതും കൂടെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കറക്റ്റായിട്ട് ഇനി ഒരു കാര്യം ഇന്നതായിരുന്നു എന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സംശയം ഒരിക്കലും ഉണ്ടാകരുത്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നല്ലപോലെ ക്ലാസ് ഫോളോ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന ഓർഡറിലാണ് കേംബ്രിഡ്ജ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അതേ മൊഡ്യൂളിൽ നമ്മൾ അതേ ഡെപ്തോടെ കൂടി ക്ലാസ്സുകൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിച്ചു പോകുന്നതെന്ന് മാത്രം. പക്ഷേ നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് അതേ ഓർഡറിൽ തന്നെയാണ്. സോ ഇത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പഠനം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സും ഓർഡറിൽ പഠിക്കുക, ഫോളോ ചെയ്ത് പോകുക. നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. See you in the next class.